േക്ക് സ്തുതിയായിരിക്കട്ടെ. ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് ബിന്ദു, ഹസ്ബൻഡിൻ്റെ പേര് ജോസ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 18 വർഷമായി. 16 വർഷമായിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. എല്ലാ ട്രീറ്റ്മെൻറ്റുകളും ചെയ്തു. 8 IUI ചെയ്തു, 2 IVF ചെയ്തു, ഒരു ഫലവും കണ്ടില്ല. അതിനുശേഷം ഞങ്ങൾ പൂർണ്ണമായിട്ടും മാതാവിലും ഈശോയിലും അന്ന് IVF ചെയ്യുന്ന കാലത്തും ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങൾക്ക് സ്വാഭാവികമായ ഒരു കുഞ്ഞിനെ തരണേ എന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. അവസാനം ഡോക്ടേഴ്സ് പറഞ്ഞു, നിങ്ങൾ ഇനി ദത്തെടുക്കുക മാത്രമേ വഴിയുള്ളൂ, നിങ്ങൾക്ക് ഇനിയുള്ള ആരോഗ്യം നഷ്ടപ്പെട്ടിരിക്കുന്നു, പ്രായം ഇത്രയായി, ഇനി നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ കൃപാസനത്തിൽ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു. അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. 2019 ഞങ്ങൾ ഉടമ്പടി എടുത്തത്. ആദ്യത്തെ ഉടമ്പടി എടുത്ത് ആദ്യം ഒരു പ്രാവശ്യം പുതുക്കിയപ്പോൾ ഞാൻ ആദ്യം കാരിങ്ങായി. അത് 3 മാസമായപ്പോഴത്തെ അബോർഷനായിപ്പോയി. വീണ്ടും ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി പുതുക്കുകയും അച്ഛനെ കാണുകയും ചെയ്തു. അപ്പോൾ അച്ഛൻ ഇവിടുന്ന് ഞങ്ങളെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അച്ഛൻ പറഞ്ഞു, ഇവിടെ വന്ന് സാക്ഷ്യം പറയണം, മാതാവിൻ്റെ മുന്നേ വന്ന് സാക്ഷ്യം പറയാൻ തയ്യാറായിക്കോളാൻ പറഞ്ഞു. അങ്ങനെ 2021 ഞാൻ വീണ്ടും കാരിങ്ങായി. 2021 ഒക്ടോബർ 25 ഞങ്ങൾക്ക് ഒരു മോളെ തന്ന് മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. പ്രഗ്നൻസിയിലും ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. 5-ാം മാസത്തിലെ സ്കാനിങ്ങിൽ ഡോക്ടർ പറഞ്ഞു, പിന്നെ കുഞ്ഞിന് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളുണ്ട്, പിന്നെ ഒരു ടെസ്റ്റ് നടത്തണം, യൂട്രസിലുള്ള കുഞ്ഞിൻ്റെ ബ്രെയിനിൽ കുത്തിയെടുത്ത് ഫ്ലൂയിഡ് കുത്തിയെടുത്ത് ടെസ്റ്റ് നടത്തണം, പിന്നെ കുഞ്ഞിന് അബ്നോർമലായ കുഞ്ഞായിരിക്കാനാണ് സാധ്യത എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ പൂർണ്ണമായിട്ട് ഉടമ്പടിയിൽ വിശ്വസിച്ചു. കൃത്യമായിട്ട് രാവിലെ ഉള്ള പ്രാർത്ഥനയും വൈകിട്ടുള്ള പ്രാർത്ഥനയും കൃത്യമായിട്ട് ഞങ്ങൾ ചെയ്തു. മാതാവിൽ ഉറച്ചു വിശ്വസിച്ചു. എണ്ണയും തിരിയും ഞങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഒരു കുഴപ്പമില്ലാത്ത പൂർണ്ണ ആരോഗ്യമുള്ളൊരു മോളെ ഞങ്ങൾക്ക് മാതാവ് തന്നു. അമ്മേ മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന ഈ വലിയ അനുഗ്രഹത്തിന് 1000 നന്ദി. യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഉൽപ്പത്തിയുടെ പുസ്തകം 49-ാം അധ്യായം 25-ാം തിരുവചനം പറയുന്നു, നിന്റെ പിതാവിൻ്റെ ദൈവം നിനക്ക് തുണയായിരിക്കും, സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കും, മുകളിലെ ആകാശത്തിൻ്റെയും കീഴിലുള്ള ആഴത്തിൻ്റെയും ഉദരത്തിൻ്റെയും മാറിടത്തിൻ്റെയും അനുഗ്രഹങ്ങൾ നിനക്ക് ലഭിക്കും. തങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്നു, അങ്ങനെ വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്നവരുടെ സാക്ഷ്യം എത്രയോ പേരാണ് ഈ തിരുവൾത്താരയിൽ വന്നതെന്ന് പറയുക. ഒത്തിരിയേറെ ട്രീറ്റ്മെൻറ്റുകൾ നടത്തിയെന്നും മിസ്കാരിയേജ് ആയതും അങ്ങനെ. എന്നാൽ പിന്നീട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ആദ്യം വീണ്ടും ഇവർക്ക് ലഭിക്കുന്നില്ല. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ കണ്ട് ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നു. അങ്ങനെ തങ്ങൾക്ക് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ലഭിച്ചു. എന്നാൽ അതിനു മുൻപ് പ്രഗ്നൻസി ടൈമിലൊക്കെ കുഞ്ഞിനും കോംപ്ലിക്കേഷനുണ്ട്, പൂർണ്ണ ആരോഗ്യമുള്ള കുഞ്ഞായിരിക്കില്ല, പലതരം കോംപ്ലിക്കേഷൻസാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. അതെല്ലാം നാം കേട്ടതാണ്. ദൈവം എങ്ങനെയാണ് മനുഷ്യ വ്യക്തികളെ തൻ്റെ സാക്ഷികളാക്കി ഉയർത്തുന്നത്, ഒരിക്കലും നടക്കില്ല എന്നൊക്കെ പറയുന്ന കാര്യങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഈശോ ഇടപെടുമ്പോൾ അവിടെ ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് അന്ധന്മാർക്ക് കാഴ്ചയും കുരുടന്മാർക്കും കാഴ്ചയും അതുപോലെ ബധിരർക്ക് കേൾവി ശക്തിയും ഒക്കെ നൽകിക്കൊണ്ട് കടന്നുപോയ ദൈവപുത്രൻ ഇന്നും നമ്മോടൊപ്പമുണ്ട്. അമ്മയുടെ മാധ്യസ്ഥം നമുക്കതിന് തുണയാകുന്നു. നമുക്ക് കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ ആരാധിക്കാം.